കുത്തണ്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാധിച്ചു വരുന്നത് ഇച്ചാണ് കേട്ടോ. അപ്പൊ അതെനിക്ക് ഒരു ഞാൻ ഇനിയും നോക്കുന്നുണ്ട്. ഞാനാ ശ്രദ്ധിക്കണ്ട, സൈക്കൂട്ടന അതേ എനിക്കും കൂടെ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. നെഞ്ചിലൊരു തീരത്താണ് ഇങ്ങനെ അവൾക്കാരാനുണ്ട്. അമ്മീശ്വര പണ്ട് കുത്തിയിട്ടുണ്ട്. ശേറാ എന്ത് ചെടി ഇപ്പോൾ അടുക്കളയിൽ സൈക്കോട്ടിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യാനാണ്, പൊട്ടറ്റോ ഫ്രൈ കഴിച്ചു ഇതാക്കണേണ്. സൈക്കോട്ടിനാണ്ടി സേറക്ക് വാരി കൊടുക്കണം. എണ്ണ ഇട്ട് കൊടുത്ത് ഇപ്പൊ കടല വാരി കൊടുക്കണേ. വർക്ക്ലെസ് എന്ത് എപ്പിച്ചാണ് സ്കൂട്ടാകും. ഇവിടെ കിഴങ്ങിറങ്ങാൻ വന്ന് നൈസായിട്ട് സ്കൂട്ടായി, കൊച്ചിനവിടെ കട കൊടുക്കാം, അവിടെ സ്കൂട്ടായി ചെയ്യുള്ളതുകൊണ്ട് ഞാൻ ഇന്നുള്ളൂ ഗായ്സ്. അപ്പാ ജോ രാവിലത്തെ പുട്ടും കടലയും കഴിക്കുന്നതാണ്. ജോയുടെ ഫേസ് ഉണ്ട് ഗൈസ്, ചെറിയ സങ്കടമുണ്ട്. എന്താന്ന് ഗസ് ചെയ്യാവോ? വേറെ ഒന്നല്ല, സേറ അങ്കമാടി കൊണ്ട് ആക്കിയിരുന്നു. അവിടെ എത്തിയിട്ട് ഓടണായിരുന്നു. അവന്ന് ഇറങ്ങിയപ്പോ തന്നെ ജോ പറഞ്ഞ് ചായ വിളിക്കുക, ചായ വിളിച്ചിട്ട് വരെ ചായ എന്ന് പറഞ്ഞോണ്ടിരിക്കണ. എന്തടി നിനക്ക് സങ്കടം? സങ്കടമൊന്നുമില്ല എനിക്ക്, ഫേസിലും ഇല്ല സങ്കടം. പക്ഷെ നെഞ്ചിലൊരു തീരത്താണ് ഇങ്ങനെ അവൾക്കാരാനുണ്ട്. സേറ എല്ലാ ദിവസവും ഇവിടുന്നിട്ട് പറയും, ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിട്ടാ. അംഗൻവാടി പോകും, കരയൂല, അപ്പനത്ത് പോകണം അപ്പനത്ത് പോകണം പറയൂല, അങ്ങനെയൊക്കെ പറയുന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിയിട്ട് നേരെ സേറ ഇറങ്ങൂല, സേറിനെ കൊണ്ട് ഇങ്ങോട്ട് വരും. അവൻ സേറക്ക് ഇവിടുന്ന് പുറത്ത് ബൈക്കിലൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇന്ന് അതുപോലെ തന്നെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്ത്, ജോനെ കൊണ്ട് ഞാൻ കഴി നീക്കി. ജോ എന്നിട്ട് നൈസായിട്ട് ഞാൻ തിരിഞ്ഞിരുന്നിട്ടേ ഇന്ന് ആക്കണ്ടെന്നൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ തന്നെ അവരുണ്ടായ മിസ് എടുത്തോണ്ട് ഓടി. ലാസ്റ്റ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എന്താ സിനിമക്കാർ ഇപ്പൊ തന്നെ പോയി എടുത്ത് വിളിച്ചോണ്ട് വരും. നമ്മളിപ്പോ ചെല്ലുമ്പോ അവിടെ എപ്പോഴും എന്തെന്ന് അറിയാമോ, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കരയോണ്ടിരിക്കും വരുന്ന പ്രതീക്ഷയിൽ. ഇത്ര നേരം കഴിയുമ്പോ അവര് വരൂല, ഓക്കെ ഷെഡ്യൂൾ മനസ്സിലാവും. കളിച്ച് കഞ്ഞി കുടിച്ച് പിന്നെ എല്ലാം ഷെഡ്യൂൾ മനസ്സിലാവും. സൈവിനെ നമ്മൾ കൊണ്ടാക്കിയെന്ന് ഓർക്കണ്ട. നമ്മുടെ ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ട് എന്തായിരുന്നു ഓർക്കണ്ട, പുറത്ത് വെയിറ്റ് ചെയ്യണത്. ആ ഒരു ഫീലാണ് ഇപ്പൊ ഉള്ളത് മനസ്സിൽ. ശേറാ എന്ത് ചെടി ഗായ്സ്. സേറ അങ്ങനെ തിരിച്ചെത്തി. അമ്മടെ മേത്തിരിക്കൊളിഞ്ഞ് ഇനി ഇത് കൊച്ച് ഇവിടെ നിന്ന് മാറൂല അല്ലേ? ആ പിന്നെ അമ്മ ഓക്കെ ആയാ? എനിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇരുന്നിട്ടുള്ള ഫസ്റ്റ് ഡേ എന്താന്നായിരുന്നു. പക്ഷെ ഓക്കെയാണ്. സായിക്കൂട്ടം കഴിഞ്ഞ ഇങ്ങനെ കാണിക്കുന്നു, കാണിക്കുന്നത്. അത് കണ്ട അത് ഇവിടെ എത്തണ വരെ അവൻ്റെ ഇത് പോകൂല, കരച്ചിൽ കഴിഞ്ഞാലും. ഉറക്കത്തിൽ തിങ്കളാഴ്ച ചേർന്ന് അങ്കമാടി ഇരിക്കാൻ വേണ്ടിയാണ്. 2:15 കഴിഞ്ഞു. 2:30 കിടക്കാൻ പോകുന്നു. സൈക്കിള് കറക്റ്റ് 2:30 സൈക്കോട്ടിനെയൊക്കെ വിളിച്ചോട്ട് വന്ന് ഇപ്പൊ നമ്മൾ നേരെ കലൂരിലേക്കാണ് പോണത്. കലൂര് ഹിയാറ ഗോൾഡൻ ഡയമണ്ട് എന്ന ഷോപ്പിലേക്കാണ്. അവിടെ എന്താ പോണെന്നുള്ളത് വേറെ ഒന്നുമില്ല, ജോന് മൂക്കുത്താൻ വേണ്ടിയിട്ടാണ്. കുറേ നാളായിട്ട് ജോ പറയണൊരു കാര്യമാണ്. അപ്പോൾ അതിന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങൾ പോകാണ്ട് പോകണം. ജോന് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണം. പക്ഷെ ജോ ഇന്ന് കുത്തുമെന്നാ പറയണത്. സയ്യ എവിടെ പോണേടാ? മൂക്ക് വെക്കാനല്ലേ പോണത്. എന്തൊരു സൈക്കോട്ടാ ശ്രദ്ധിച്ച കൊച്ച്.
ഓട്ടേട്ടാ പോവാ ഇരിക്കണം കുറച്ചേരം പുറത്ത് ഇരിക്കണം കുറച്ച് പത്തിട്ടിരിക്കണം വെള്ളം വേണം കുറച്ച് ഗ്യാസ് കയറിയെന്ന് തോന്നുന്നു പതിവില്ലാത്തൊരു ഛർദിക ഞാനാ ശ്രദ്ധിക്കണ്ട സൈക്കൂട്ടന അത് എനിക്കും കൂടെ വേണ്ടി ഛർദിക്കുന്നുണ്ട് സൈക്കൂട്ടന് ഓക്കെ അല്ലേ ഇത് വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല പാല് മാത്രമേ കുടിച്ചുള്ളൂ അപ്പൊ നമ്മളിപ്പോ കാലൂര് എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് സൈക്കൂട്ടൻ ഛർദിച്ച് സൈക്കൂട്ടൻ ചേരെ അമ്മിച്ചെടുത്ത് അടുത്ത് പോയി ഇരിക്കുന്നത് ഗൈസ്. ജോ അടുത്ത സ്റ്റോപ്പിൽ ഛർദിക്കില്ലേ? ഇല്ല, മന്നിച്ചിട്ടിങ്ങനെ അടുത്ത ദേശാഭിനയല്ലേ. അന്ന് ഡയമണ്ട് ലക്ഷ കുറച്ചും കൂടി ചെറുതുള്ള ചെറുത് കാണിച്ചത് അപ്പൊ ഐഡിയ കിട്ടും. എന്താണ് സയ്യോ എന്താണ് സയ്യോ? ആ ഓക്കെ ഇല്ലേ ഇപ്പ കാണാൻ പറ്റല്ലടി. കുത്തണം പിന്നെ ചെറിയൊരു ഹാർട്ട് വരുന്നത് ഹാർട്ട് ഷേപ്പാണ്. അതെങ്ങനെ ഏതാ ഇഷ്ടമാണ്? ഹാർട്ട് ഷേപ്പാണ്. ഹാർട്ട് ഷേപ്പ് കൊള്ളാം അല്ലേ? ഡയമണ്ട് കളക്ഷൻസ് ഈ ചെറുത് ഇതെടുക്കുമ്പോൾ ഗോൾഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണെങ്കിൽ 5% ഡിസ്കൗണ്ട്. ഗോൾഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് 10%. ഡയമണ്ട് ടു ഡയമണ്ട് എക്സ്ചേഞ്ച് ആണെങ്കിൽ 5%. ഇതിപ്പോൾ ഡയമണ്ട് ടു ഡയമണ്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 95% കിട്ടും. 3500 കിട്ടും. അതായത് 200ന്റെ ഡിഫറൻസ് വരുത്തുള്ളൂ. പിന്നെ ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ 3300, ഏകദേശം ഒരു 300 റുപ്പീസിന്റെ ഡിഫറൻസ്. ഇവിടെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട എല്ലാം ചേർത്ത് പൊടി കമ്മലി ഇടുന്നത് അതെല്ലാം ചെറുതാണ്. അതെല്ലാം ചെറുതാണ് ഇഷ്ടപ്പെടുന്നത് നോക്കുന്നുണ്ട്. എന്താണ് നിനക്ക് ഇഷ്ടമാണോ? ചേട്ടാ കുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കുത്തുമ്പോൾ സ്വന്തമായിട്ട് ഇടാനും ഊരാനും പറ്റും. ഇപ്പോഴത്താണ് നമുക്ക് വാക്ക് കിട്ടില്ല. അത് വേറൊരാൾ എപ്പോഴും വേണം. പിന്നെ ഓൾറെഡി ഗേൾസ് ആയിട്ട് എപ്പോഴും നമുക്ക് നെയ്തുണ്ടാവും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എപ്പോഴും ഒരാളുടെ സഹായം വേണം. അതുകൊണ്ട് ഇവിടെ ഇപ്പോഴത്തെ ഓക്കെ ആണെങ്കിൽ അന്ന് ഇവിടെ തന്നെ അറിയാം. ഞാൻ ഇവിടെ ഭയങ്കര കാര്യം എനിക്കറിയാം. ഞാൻ ഇവിടെ കുത്താൻ അമ്മിച്ചില കുത്തിയിട്ടുണ്ട് അല്ലേ? അമ്മിച്ചില പണ്ട് കുത്തിയിട്ടുണ്ട്. എനിക്കിടാൻ പേടി. എന്റെ ഈ വിരലിട്ട് എനിക്ക് എന്തേനാണ് സാറാ? നല്ലൊരു ആ അടിക്കുന്ന സമയത്ത് ചെറിയ മരം കൂടിയില്ലേ, പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയൊരു വേദന വരും. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. വേദന പറഞ്ഞിട്ടേ ഇങ്ങനെ ഇല്ലില്ല ഇടാൻ പറ്റത്തില്ല. ഇതൊക്കെ കേട്ടില്ല വേണ്ടെന്ന് ഞാൻ പറയട്ടെ, ഈ പ്രായമുള്ള പിള്ളേരല്ലേ അവർക്ക് ആദ്യം അത്രയും
വേദനയുള്ളൂ. മനസ്സിലായി? 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭയങ്കര വേദന ഉണ്ടാവും. ഇല്ല നമുക്ക് നമ്മുടെ ദേഹത്ത് ഒരു മുറിവ് വരുന്നതല്ലേ, അതിന്റെ ഒരു ചെറിയ വേദന അത്ര നമ്മളതിനെ കെയർ ചെയ്താൽ മതി. കെയർ ഇൻ ദ സെൻസ് ജസ്റ്റ് അനക്കി കൊടുക്കുക, ഇങ്ങനെ അനക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അനക്കി കൊടുക്കുക. നമുക്ക് യൂസ്ഡ് ആവും. അത് കഴിഞ്ഞ് മാറ്റി ഒന്നെങ്കിൽ അറിയാനുള്ള ആരെയും കൊണ്ട് ഇടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാറ്റുക. എന്തിനാ പേടിക്കണേ, പ്രസവിക്കാൻ പോണേ. കുത്തണ്ടത് ലെഫ്റ്റല്ലേ കുത്തണേ? ഓക്കെ എവിടെ പോരും? പേടി അടിക്കാതെ പേടിണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ജോന് ഒരു നോസ്പിൻ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞിതാണ്, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. അപ്പൊ ആ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചാൽ ഇപ്പൊ അമ്മച്ചിക്ക് ഒരു ഷോള് മേടിക്കാൻ വേണ്ടിയിട്ട് മഹാരാജാസിൽ വന്നേക്കാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കിയാണ്. അമ്മച്ചിക്ക് ഡ്രസ്സ് നോക്കാന്നുള്ളത് ചെറിയൊരു ടാസ്ക്കാണ്. കാരണം അമ്മച്ചിക്ക് പിടിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇല്ലേ? വെൽക്കം ടു സയാൻ ഇസുക്ക് നിർമ്മൽ. ഗൈസ്, അപ്പോൾ നമ്മൾ അമ്മച്ചിക്ക് ഷോൾ എടുക്കാൻ പോയിട്ട് ഷോള് കിട്ടിയിട്ടില്ല. ഇതോടെ മൂക്ക് കുത്തി. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, നല്ല ഉത്തമം ഭംഗിയുണ്ടാവും. നമ്മൾ വന്നേക്കണ എവിടെയാണ്? നമ്മൾ വന്നേക്കണ ചിയാങ്ങിലാണ്. വൺ ഓഫ് മൈ പ്രഗ്നൻസി ക്രാവിംഗ്. ചൈനീസ് ഫുഡാകുമ്പോൾ ചൈനക്കാർ മാത്രം വരുള്ളൂ. ചൈനക്കാർ മാത്രമേ ചിയാങ്ങില്.
never allow this. ജോ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ജോനൊരു ഇത് അതായത് ഒരു നാണമൊക്കെ അപ്പം ജോനെ കളിയാക്കാൻ വേണ്ട ഗൈസ്. മുക്ക പത്തുരുത്തിയിലെ പെണ്ണ് വന്നു. പാണ്ഡിച്ചിനെ കണ്ടില്ലേ? രസമുണ്ടല്ലേ ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം? അത് ആക്ച്വലി ഇതല്ല, ഇത് നമുക്ക് മറ്റേ കൺഷൂട്ട് വെക്കണ ഹോസ്പിറ്റലായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത്ര സെറ്റ് ആയി തോന്നും. എനിക്ക് ഇത്രയൊന്നും ഇഷ്ടമില്ല. കാണാൻ പറ്റില്ല ഗൈസ്, നിങ്ങൾ കാണിച്ചല്ല ഗൈസ് മേടിച്ചത്. നമ്മൾ മേടിച്ചത് ഹോസ്പിറ്റൽ എവിടെ വെച്ചാൽ ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ്, അവരുടെ ഫ്രാഞ്ചൈസ് ആണ് സ്പാ ഡയമണ്ട്സ്. സോ ഞാൻ മേടിച്ചത് നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടുപിടിക്കട്ടെ. യെസ്, കാണുന്നുണ്ടോ ഗൈസ്? അതായത് ഇതൊരു കുഞ്ഞൊരു ആർട്ടാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡയമണ്ട്. എൻ്റെ നാളിൻ്റെ ഡയമണ്ട് ഭയങ്കര സൂപ്പറാണെന്ന് പറയുന്നതാണ്. ഞാൻ എല്ലാവർക്കും ഡയമണ്ട് മേടിക്കുന്ന ഇത് ഡയമണ്ടാണ്. പിന്നെ എനിക്ക് വിഷയം വാങ്ങിച്ച് തന്ന ഇത് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ 3 വർഷം മുമ്പുള്ള ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ്. പിന്നെ വേറെ ഒന്നും ഉണ്ട് ബർത്ത്ഡേക്ക് വാങ്ങിച്ചത്. ഞാൻ മൂടി വെച്ചേക്കാൻ ഗൈസ്. മൂടി വെച്ചേക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഇത് കുത്തി പറഞ്ഞാണ് ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല ഇപ്പോഴും. അന്ന് അനക്കാൻ വിളിച്ചാൽ ഞാൻ കാണിച്ചു കൊടുക്കുക. ഒരു അനക്കാൻ വിളിക്കും, ഫോക്കസ് ഔട്ട് കിട്ടണം കൂടി. യെസ് യെസ്, കാണണ്ട ഗൈസ്, ഇതാണ് സംഭവം. ഇതാണ് ഞാൻ വാങ്ങിച്ച നോട്ട്. സോ ഞാനിത് 3 days കഴിഞ്ഞ് ഇത് ഊരാം. കൈ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കിട്ടൂല. സോ 3 days കഴിഞ്ഞ് ഞാനിത് ഊരും. ഇത് ഊരിക്കഴിഞ്ഞിട്ട് ഞാൻ ഇടും. അപ്പം ഇത് കമ്മിങ് ബോക്സിൽ എനിക്കിത് ഇട്ടിട്ടുള്ള എന്നെ കാണാം. ഇപ്പം എനിക്കൊന്ന് വലുതായതുകൊണ്ട് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇത് ഊരിനെ കഴിഞ്ഞ് ഇറിറ്റേഷൻ. പക്ഷെ ഞാൻ വിചാരിച്ചത്രയും ഇപ്പം നോസ്റ്റിക്സൊക്കെ കുത്താൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. പേടികൊണ്ടാണെങ്കിൽ ബിഹാറിൽ പോയതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. സാധാരണ ഇവിടെയൊക്കെ കുത്തി ഞാൻ ഫ്രാൻസിസിലെന്ന് തോന്നുന്നു. ഇത് ഞാൻ അവിടെ ഒച്ച ഉണ്ടാക്കിയത്. പക്ഷെ ഇതിന് ഒച്ചയൊന്നും ഉണ്ടാക്കിയില്ല അല്ലേ? ഉണ്ടാക്കിയില്ല. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തപ്പോൾ ഇതിനെക്കാട്ടും കുറവായിട്ട് വേദനകൾ അനുഭവിച്ച് പ്രസിച്ച് ഇതിനെ അനുഭവിച്ചിട്ട് ഇതിപ്പോൾ നല്ലതായതായിരിക്കും. എന്നാലും ബെറ്ററാണ്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് അങ്ങനെ വേണമെന്നില്ല. ഇടക്കിടക്ക് ആക്കി കൊടുക്കാൻ വന്നിട്ടുണ്ട്. പനിക്കൊക്കെ കൊടുത്തു 3 days കഴിഞ്ഞ് ഞാനിത് ഇടും. ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു ഇതാണ്, പ്ലാനാണെന്ന് വെച്ചാൽ. ചെന്നാൽ നോസ്റ്റിന് കുത്തുണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ കുത്താം, എനിക്ക് പുറത്തിട്ട് ഇറങ്ങണം വരുന്നത്. അപ്പോൾ ഒരു കാരണം കാർഡുണ്ടായില്ല. അപ്പം അങ്ങനെ പുറത്ത് പോകാമെന്നും പറഞ്ഞ് ഞാൻ എങ്ങനെയാലും പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കുത്താൻ ഫോൺ അടിക്കുക. കുറച്ച് പേടിയായിരുന്നു, മറ്റേ ടെൻഷനായി. അത് അവിടെ കുറച്ച് ഡിലേയും കൂടെ ആയപ്പോൾ ടെൻഷൻ കൂടി തന്നെയാണ്. പക്ഷേ സിമ്പിൾ തിങ്ങാണ് കേസ് എടുക്കാം. ഒരു ഔട്ടിങ് പെട്ടെന്ന് എന്തായാലും ഹോസ്പിറ്റൽ കുത്തുന്ന പ്ലാൻ. ഹോസ്റ്റൽ 3 നമ്മുടെ ലവ് ആനിവേഴ്സറിയാണ്. പക്ഷെ അതിന് ഇത് കൺസിഡർ ചെയ്ത് അത് ഞാൻ ഇനിയും വലുതാണ്. എല്ലാവരും ഞങ്ങളെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കമ്മിങ് ബ്ലോഗ്സിൽ നമ്മൾ ചായനും പിന്നെ ഓഗസ്റ്റ് അതൊക്കെ വരുന്നുണ്ട്. അതൊരു വണ്ടർഫുൾ ഒരു സർപ്രൈസ് ഞാൻ കൊടുക്കുന്നത്. ബർത്ത്ഡേ സർപ്രൈസ് ഉണ്ടാവുമല്ലോ. ഞാൻ 25,000 ഒരു വാച്ചൊക്കെ വാങ്ങിച്ചോളൂ. വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ റീസെന്റ് ആയിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ള ഇനി അവരറിയാൻ വേണ്ടിയിട്ട് ജോലി 25 രൂപ വാച്ച് മേടിച്ചത്. എന്റെ ഒരു എന്താ പറയാ, എനിക്ക് കുറെ ക്രേസ് ഉണ്ടായിരുന്നു. അത് ക്രേസിൽ ഒരുപാട് ക്രേസ് ഒന്നുമില്ല, കുറച്ച് ക്രേസ് ഉണ്ട്. കുറച്ച് ക്രേസിൽ ഒരു ക്രേസാണ് വാച്ച്. പക്ഷെ എപ്പോഴും മേടിക്കുമ്പോ അധികം പൈസ മേടിക്കില്ലേ. പെട്ടെന്ന് എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ 250 രൂപയുടെ വാച്ച് 200 രൂപയുടെ വാച്ച് അങ്ങനെയൊക്കെ മേടിച്ചോണ്ടെന്ന് ചോദിച്ചാൽ ചേറെ സയ്യോ അലമ്പാക്കണത്. അപ്പൊ അതങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോന ഞാൻ ലവ് ആനിവേഴ്സറിക്ക് മേടിച്ചെടുത്ത ഗിഫ്റ്റ് ജോന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാരും ലൈക്ക് ചെയ്യാ. കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായത് എനിക്ക് മൈൻഡിന്റെ ഉള്ളിലിരിക്കണം.
അതൊക്കെ ഇങ്ങനെ അത് ഞാൻ മൂലം അറിയാണ്ട് പുറത്തു കൊണ്ടുവന്ന് അതൊക്കെ എനിക്ക് പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാധിച്ചു വരുന്നത് ഇച്ചാണ് കേട്ടോ. അപ്പം അതെനിക്ക് ഒരു ഇങ്ങനെ ഞാൻ സംഘങ്ങളൊക്കെ കൊണ്ടുപോയി. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ്. ബൈ.